ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ചായ ഇടുന്ന വീഡിയോ ആണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ഒരു സ്റ്റൈലിലുള്ള ചായ ഇടലാണ്. ഇപ്പോൾ നമ്മൾ വാഗമൺ യാത്രയുടെ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ചർച്ചിൽ പോയപ്പോൾ അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടൊരു ടീ പൗഡറൊക്കെ വയ്ക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ വാഗമൺ പോകുമ്പോൾ ഒരുപാട് ലോക്കലായിട്ട് ടീ പൗഡറൊക്കെ വയ്ക്കുന്ന ഷോപ്സ് ഉണ്ടെങ്കിലും ഇത് ഈ ഒരു കമ്പനിയുടെ മാത്രമായിട്ടുള്ളൊരു ഷോപ്പായിരുന്നു കേട്ടോ. ഹാരിസൺസ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉള്ളൊരു ലോക്കൽ കമ്പനിയാണ്. പക്ഷേ അവിടെ ആദ്യം കാലത്ത് തുടങ്ങിയിട്ടുള്ളൊരു വളരെ ട്രഡീഷണലായിട്ട് ഇത് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ്സ് ആയിരുന്നു അവരുടെ ഷോപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ചായപ്പൊടികളൊക്കെ ഉണ്ടായിരുന്നു ഈ കമ്പനിയുടെ തന്നെ. ഈ ചായപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ പ്രീമിയം ക്വാളിറ്റിയിലുള്ളതും ഹൈ ക്വാളിറ്റിയിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ടേസ്റ്റ് എങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ചായപ്പൊടി അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിയത്. അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞത് എടുത്തത് കേട്ടോ. എന്തായാലും ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ നല്ലപോലെ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഞാൻ ചായപ്പൊടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തേയില വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സത്ത്, നമ്മുടെ തേയിലയുടെ നല്ല മണമെല്ലാം അതിൽ ഇറങ്ങിയിട്ടാണ് ഞാൻ പാലൊഴിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മൂമ്മ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ബോട്ടിലായിരുന്നു കേട്ടോ അത്. അപ്പം ഞാൻ എൻ്റെ അമ്മൂമ്മ ചായ ഇടുന്ന കണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അമ്മൂമ്മ ഇതുപോലെ ചായ ഇട്ട് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലപോലെ പാലൊക്കെ ഒഴിച്ച് തിളപ്പിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുന്നത്. പക്ഷെ ഞാൻ സെപ്പറേറ്റ് പാല് തിളപ്പിക്കാറൊന്നുമില്ല, അതിൽ കൂടെ തന്നെ മിക്സ് ചെയ്യാറാണ് പതിവ്. പാക്കറ്റ് കവർ പാൽ യൂസ് ചെയ്യുന്നവരെന്തായാലും അത് കൂടുതൽ തിളപ്പിക്കേണ്ട കാര്യമില്ല. കാരണം പാൽ ആൾറെഡി പാസ്ചറൈസ് ചെയ്ത് വരുന്നത് കൊണ്ട് ഞാൻ ചെറുതായിട്ട് തിളപ്പിക്കാറേ ഉള്ളൂ. അത് ഒരുപാട് ഇട്ട് തിളപ്പിക്കാറില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ 2 വർഷമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സാധാ ഷുഗറിനേക്കാളും അൺറിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണവും മണവും എല്ലാം രുചിയും ഒക്കെ നല്ല വ്യത്യാസമാണ്. മാത്രമല്ല അധികം ഷുഗർ കണ്ടൻറ്റും ഇല്ല. അപ്പോൾ ഷുഗർ കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ എൻ്റെ അമ്മൂമ്മ ഇതുപോലെ ചായ അടിച്ച് കഴിയുമ്പോൾ നല്ല ശബ്ദമാണ്. ഇതുപോലെ തന്നെ ചായ ഇട്ട് കഴിയുമ്പോൾ ആ അടുക്കള ഫുൾ അതിൻ്റെ മണമായിരിക്കും. എനിക്ക് എപ്പോഴും ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ അടിക്കുമ്പോൾ എനിക്ക് അമ്മൂമ്മയാണ് ഓർമ്മ വരുന്നത്. അപ്പം ഞാൻ ചായ ഒന്ന് കുടിച്ചു നോക്കി. നമ്മുടെ ചായ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇതിൽ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ കടുപ്പം കുറവായിരുന്നു, പക്ഷെ നല്ല മണമായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കണ്ണൻ ദേവൻ്റെ ടീയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ളതായതുകൊണ്ട് എനിക്ക് നല്ല കടുപ്പം വേണം. അതിൽ അഡിക്റ്റഡ് ആയതുകൊണ്ട് എനിക്കൊരു ഇത് കുടിച്ചപ്പം വേറെ വ്യത്യാസമാണ് തോന്നിയത്. പിന്നെ ഇത് നല്ല മണമായിരുന്നു, കടുപ്പം കുറവായിരുന്നു എന്നേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ നോർമൽ ടീ എങ്ങനെ ഇരിക്കും അതുപോലെയായിരുന്നു. ചില വെജിറ്റേറിയൻ ഹോട്ടൽസിലൊക്കെ നമ്മൾ പോകുമ്പോൾ കിട്ടുന്നൊരു ടീ ഇല്ലേ, അതുപോലെ. അപ്പോൾ ഞാൻ വാങ്ങിയ തേയിലപ്പൊടിയിൽ ഫ്ലേവർ അല്പം കുറവായിരുന്നു, എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം. ഞാനപ്പോൾ ഈ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചിരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.